പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 46 സങ്കീർത്തനം 1-ാമത്തെ വാക്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കൊക്കെ കഷ്ടത വരുമ്പോഴാണ് ആളുകളൊക്കെ നമ്മളെ വിട്ടിട്ട് പോകുന്നത്. നമ്മളുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ സ്നേഹിച്ചിരുന്നവരൊക്കെ മാറിപ്പോകും അല്ലേ? നമ്മുടെ ആരോഗ്യം കുറയുമ്പോൾ, നമ്മുടെ സൗന്ദര്യം കുറയുമ്പോൾ, നമ്മുടെ പണത്തിന്റെ വരുമാനം വരവ് നിലയ്ക്കുമ്പോൾ, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറി മാറി പോകുന്നു എന്ന് കാണുമ്പോൾ ആളുകൾ നമ്മളെ വിട്ട് അകന്നു പോകുവാൻ തുടങ്ങും. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവും. അടുത്തത്, എൻ്റെ കഷ്ടങ്ങളിൽ എൻ്റെ ഏറ്റവും അടുത്ത തുണയാണ്. കഷ്ടതയിൽ തുണയായി വരുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് നാം നോക്കിക്കഴിഞ്ഞാൽ, യേശുവിന്റെ അടുത്തേക്ക് ആളുകൾ ചെല്ലുന്നതിനേക്കാൾ അധികമായി യേശു ആളുകളുടെ അടുക്കലേക്ക് ചെന്ന് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചാണ് നമുക്ക് ധാരാളം കാണാൻ സാധിക്കുന്നത്. കാരണം കഷ്ടപ്പെടുന്നവരുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നവരായ ദൈവം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. നമ്മുടെ പ്രശ്നത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. നമ്മുടെ വേദനയിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ശരീരത്തിനകത്തൊരു വേദന വന്നിരിക്കുമ്പോൾ ഒരു വേദനാ സംഹാരി കഴിച്ച് അല്പം ആശ്വാസം കണ്ടെത്തുന്നതായ നിലയിലുള്ള ഒരു ആശ്വാസമല്ല ദൈവം നൽകുന്നത്. പിന്നെയോ നമ്മുടെ ആഴമേറിയ മുറിവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ആഴത്തിൽ നിന്ന് തന്നെ ആ മുറിവുകളെ കരിപ്പിച്ച് ആ വ്രണത്തെ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന ദൈവത്തിന്റെ കരുണയുടെ, അതേ സ്നേഹത്തിന്റെ ആ സ്നേഹത്തിന്റെ അനുഭവമാണ് നാം ഇന്ന് പകൽക്കാലം അനുഭവിച്ചറിയാൻ പോകുന്നത്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. സ്തോത്രം. ആരൊക്കെ മാറിപ്പോയാലും, ആരൊക്കെ നമ്മെ വേണ്ട എന്ന് പറഞ്ഞാലും, നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവ്, നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് കാണുമ്പോൾ, മറ്റുള്ളവർ ചേർത്ത് പിടിച്ചവർ നമ്മളെ കൈയൊഴിഞ്ഞു പോകുമ്പോൾ, സ്തോത്രം. നല്ല ശമരിയക്കാരന്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ആ ബിസിനസ്സുകാരന്റെ, ആ വ്യാപാരിയുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം എടുത്തതിന് ശേഷം അവനെ വലിച്ചെറിഞ്ഞിട്ട് പോയി കൊള്ളക്കാർ. അവർക്ക് വേണ്ടത് ആ മനുഷ്യനെ അല്ല, അവന്റെ കയ്യിലുള്ളതായ സമ്പത്തിനെയാണ് വേണ്ടത്. സ്നേഹിതരെ, ഇന്ന് നമ്മളെ സ്നേഹിക്കുന്ന പലരുടെയും ലക്ഷ്യം നമ്മളെ അല്ല, നമ്മളിൽ അവർ കണ്ടുവച്ച എന്തോ വലിയ കാര്യങ്ങളാണ്. അതവർ നേടിക്കഴിയുമ്പോൾ അവർ നമ്മളെ വഴിയിൽ കളഞ്ഞിട്ട് പോകും. പക്ഷെ കർത്താവ് കണ്ടത് പുറമേ ഉള്ളതല്ല, പിന്നെ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില ഏറ്റവും വിലയുള്ളതാണ്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? നഷ്ടപ്പെട്ട ഒരാടിനെ തേടിയെത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് പോയാലും അരുമനാഥനായ കർത്താവ് നമ്മുടെ കഷ്ടതയിലേക്ക് ഇറങ്ങി വരികയാണ്. നമ്മുടെ കണ്ണുനീരിലേക്ക് ഇറങ്ങി വന്ന് തക്ക തുണയായി നിന്ന് കണ്ണുനീരിനെ ഒപ്പി ആശ്വാസം നൽകുന്ന വലിയവനായ ദൈവം. ആ ദൈവത്തിന്റെ വലിയ സ്നേഹമോർത്ത്, ആ ദൈവത്തിന്റെ വലിയ കരുതലോർത്ത്, ആ ദൈവത്തിന്റെ വലിയ നന്മകളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാമാകിയാൽ ഇന്നത്തെ പകൽക്കാലം ദൈവം നിങ്ങൾക്ക് തക്ക തുണയായി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയിലേക്ക് ദൈവം ഇറങ്ങി വരും. ഇന്ന് നിങ്ങൾക്ക് സഹായിപ്പാൻ ആരുമില്ല എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും. തക്ക തുണയായ കർത്താവിനോട് ചേർന്നിരിപ്പാൻ ഈ ദൈവത്തെ മാറോട് നമുക്ക് കൈരങ്ങൾ വെച്ച് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ അരികിലേക്ക് വരും. ഈ നല്ല കർത്താവിനെ സ്വീകരിക്കാം. അതിനായിരിക്കും പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ദൈവ ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.